പിഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്, സൂക്ഷിക്കണമെന്ന്. ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. രാമ, നീ ചെല്ലേ. പോ. രാവിലെ ഇനി എത്തിയേക്കണേ. അയ്യരെ അവന് പുതയ്ക്കാനൊരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്? എന്താടപ്പാ നീ അടച്ചേ? എന്താ ഇത്? ഞാൻ തുമ്മിയതാ. നിന്റെ കൈ എവിടെ? എവിടെ? ഇതിനെ പുറകെ കിട്ടുന്നത്? മനുഷ്യൻ സ്വസ്ഥാനമില്ലെന്ന് വെച്ചാൽ അല്ലേ? എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ, എന്താ? ഞാൻ ചുമച്ചതാ. ഓ, ഉറങ്ങുമ്പോൾ സ്വത്ത് വരരുത്. എന്തത്? ഒന്നുമില്ല. നിന്റെ കൈ എവിടെ? 2 കൈ ഉണ്ടല്ലോ. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? പിഷാരടിയല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണൻ ഇതൊന്നും ഏൽക്കില്ലെന്ന്? ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുവില്ല. അയ്യർ അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാണ് ബുദ്ധി. അവനെ പറഞ്ഞു വിടാൻ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. 1 മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. നമ്മുടെ 3 പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ 1 മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മുടെ 2 പേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണൂ. അത് ശരിയാ. ഒന്ന് വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ. അയ്യരുടെ പേരൊന്നും എഴുതിയിട്ടില്ല അവിടെ, ചുമ്മാ ഉണ്ട്. വിശ്വാസമായല്ലോ, കുലുക്കാവല്ലോ. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ, ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിനു മുമ്പ് വാതിലങ്ങ് ചാരിയത്. കിടക്കണം. കിടന്നോ? ഏതായാലും ഇവിടെ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ആ മൂലയിലിട്ട് കിടന്നു. പിന്നൊരു കാര്യം,
രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കെതിരെ ഒന്നും കയറി വന്നേക്കരുത്. വിശാരടിയെ പോലില്ലെങ്കിലും കുറച്ചൊക്കെ ശകനത്തിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ആവശ്യത്തിന് ആട്ടും തുപ്പും കിട്ടുന്നുണ്ട്. കിടന്നോട്ടെ. ഉം. ഗുഡ് നൈറ്റ്. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഉറക്കം വെക്കും, സഹിച്ചോണം. ഗുഡ് നൈറ്റ്. പാതിരാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേറാത്ത കഥകടയ്ക്ക് വിശാരടി, കഥ തുറക്കാൻ. ശാരടി, അവൻ തുറന്നു കൊടുക്ക്, ഇല്ലെങ്കിൽ എന്റെ കഥ കല്ലിയെ വിളിക്കും. കഥ തുറക്കാനാ പറഞ്ഞത്. ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ? ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതില് പൂട്ടും. രാവിലെ തുറന്നോളാം. വലിയ ഉപകാരം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. അല്ല PWD ഒന്ന് പിരിച്ചു വിട്ടത്. ഒന്നുമില്ല.